അസർബൈജാനും ഓൾറെഡി ഇസ്രായേലും തമ്മിലുള്ള മത്സരം നിയന്ത്രിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈറ്റാണ്. അതുപോലെ തന്നെ ഞാൻ വേൾഡ് കോമ്പാറ്റ് ഗെയിംസ് എനിക്ക് നിയന്ത്രിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോകത്തു നിന്നുള്ള 9 റെഫറീസ് സെലക്ട് ചെയ്തതിൽ ഒരു റെഫറി ഞാനായിരുന്നു. അതുപോലെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ റെഫറി എന്നുള്ള നിലയിൽ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫൈറ്റേഴ്സ് നിയന്ത്രിക്കാനുള്ള അവസരം കിട്ടി. ആ സംഭവങ്ങൾ അന്ന് എന്തെങ്കിലും ആ ഫൈറ്റിന്റെ സ്പെഷ്യാലിറ്റി, ഇപ്പോൾ ഏതെങ്കിലും ഒരു താരത്തിന്റെ ഒരു മൂവ്മെന്റ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആ ഫൈറ്റ് ചിലപ്പോൾ നിങ്ങൾ ഫൈറ്റിന്റെ ആവേശത്തിനിടക്ക് നിങ്ങൾ പിന്നെ സ്റ്റോപ്പ് പറഞ്ഞത് കേൾക്കാതെ അവർ പിന്നെയും ഫൈറ്റ് ചെയ്തു, നിയന്ത്രിക്കേണ്ടി വന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? ഓർമ്മയില്ല. കിക്ക് ബോക്സിംഗ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ പെനാൽറ്റിയും വാർണിംഗ് ഒക്കെയാണ്. അപ്പോൾ സീനിയർ ഫൈറ്റേഴ്സ് ഒരിക്കലും അവരും പെനാൽറ്റി വാങ്ങിക്കാൻ ഒരിക്കലും നിൽക്കത്തില്ല. പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് സ്റ്റോപ്പ് നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാർണിംഗ് വരും. അങ്ങനെ വാർണിംഗ് കൊടുത്ത ഏത് കളിയാണ്? കാരണം എനിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മത്സരത്തില് അതെന്താ ഓർമ്മിക്കാനുള്ള കാരണം എന്താണ്? കാരണം വെച്ചാൽ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് അത് ഇറങ്ങിയതിനു ശേഷം ഞാൻ കേട്ടില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് സിംഹു പറഞ്ഞായിരുന്നു. കാരണം ചില ഫൈറ്റേഴ്സ് നമ്മൾ തന്നെ റെഫറി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല കളിയായിരുന്നു എന്നുള്ളത്. അപ്പോഴത്തേക്ക് ആദ്യത്തെ എനിക്ക് തോന്നുന്നു അത് ഫൈനൽ മത്സരമായിരുന്നു. ഫൈനൽ മത്സരത്തിലാണ് അങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കേണ്ടി വന്നത്.